വയ്ക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ കാട്ടിലിറങ്ങിയതാണ് കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ട് ഇത് എടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നത്. കണ്ടോ കിളിർത്ത് നിൽക്കണ ഇലയാണ് കേട്ടോ. ഈ ഇലേൻ്റെ പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നോക്കി ഇങ്ങനെ ഈ പൂളേൻ്റെ ഇല പോലുള്ള ഈ ഇലയ്ക്കൊരു പേരുണ്ട്. ഞങ്ങൾ സായാ മനസ്സാന്ന് പറയുന്ന ചീരയാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ലോണം കിളിർത്തുണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ തൂമ്പല നോക്കി നമുക്ക് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് തോരൻ വയ്ക്കാം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കാട്ടിലുണ്ടായതുകൊണ്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റൂല എന്നൊന്നുമില്ല. സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഫോണിലൊക്കെ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. അത് വെട്ടി കൊടുത്തതുകൊണ്ട് കുറ്റിയായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത് മരം പോലെ മേലേക്ക് പോവും. മൂത്ത് നോക്കിയെടുത്തപ്പോൾ ഞെട്ടിന് തീരെ ഉറപ്പില്ല. തൊടുമ്പോഴേക്കിന് പോരുകയാണ്. മുറിക്കും ചീരത്തോരനും മോരുകറി, പിന്നെ അതിക്കിട നമ്മളെ തളയനുണ്ട് കേട്ടോ. തളമീനില്ലേ, ഉണക്കത്തള. ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ഉണക്കം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചെടുക്കണം.
ഓക്കെ. ഈ ഇല നമ്മൾ നേരിട്ട് ഉപ്പേരി വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കട്ടൊന്ന് കളയണം കേട്ടോ. പിന്നെ ഒരു സൈസ് പാല് വരാനുണ്ട്. അത് നമുക്ക് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ചീരത്തോരനിലെ വറവിടാനുള്ള ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ വല്ലുള്ളി ഒരു കുഞ്ഞ് പീസിലെടുത്തിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. അതേപോലെ വെളുത്തുള്ളി. അപ്പോൾ തേങ്ങ ചേർക്കാതെയാണ് തോരൻ വയ്ക്കുന്നത്. ചക്കക്കുരു ഉണ്ടാകുമ്പോൾ ചക്കക്കുരുവിൻ്റെ ഒരു ഇത് കട്ടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നാളികേരം ചേർക്കുന്നില്ല കേട്ടോ. വേഗം കുറച്ചധികമുള്ള ചക്കക്കുരു. ഇത് ഡയറ്റിനുള്ളതാണ് കേട്ടോ. നമ്മളെ ഉപ്പേരി ഒരു വിസിലും കൂടി അടിച്ചാൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് നമ്മളെ ഉള്ളിയാണ് മൂപ്പിച്ചെടുക്കുക. ലാസ്റ്റ് നമ്മൾ ഉപ്പേരിക്ക് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മളെ ഉണക്കലും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഉച്ചയ്ക്കുള്ള സ്പെഷ്യലുകളാണ് ചേമ്പൻ തണ്ടും ചക്കക്കുരു മോരൊഴിച്ച കറി, പിന്നെ നമ്മളെ ഉപ്പേരി, ചക്കക്കുരു, ചീര, പിന്നെ ഉണക്കൽ വറുത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറയണേ. അപ്പോൾ നാളെ കാണാം.